അജയെ കാണാനായി സ്റ്റേഷനിലേക്ക് വരികയാണ് ഭൂമി. ഈ സമയം അംബികനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അമ്മയെ പുറത്തിറക്കാനായിട്ട് ഭൂമി ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാ രീതിക്കും അവൾ അന്വേഷിക്കുന്നുണ്ട്. അജയും ഒട്ടും പിന്നോട്ടില്ല. അജയെ കൊണ്ട് സാധിക്കുന്നത് പോലെ അജയും അന്വേഷിക്കുകയാണ്. പക്ഷെ ഒരു തുമ്പും കിട്ടുന്നില്ല. ഏതൊക്കെ രീതിയിൽ നോക്കിയാലും എല്ലാം അമ്പയ്ക്കെതിരെയാണ് തെളിവുകൾ. അങ്ങനെ ഭൂമി സ്റ്റേഷനിലേക്ക് വന്നിട്ട് അജയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ലീഡ് കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. വരുന്ന തെളിവുകളെല്ലാം തന്നെ ഭൂമിയുടെ അമ്മയ്ക്ക് എതിരാണ്. ആ എഴുത്തും അതുപോലെ ആ സാക്ഷിമൊഴികളും ആ കത്തിയിലെ ഫിംഗർ പ്രിൻസും എല്ലാം ഭൂമിയുടെ അമ്മയ്ക്കെതിരാണ്. ഇനിയൊരു വഴി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ്റെ മൊബൈൽ ഫോൺ ഉണ്ട്, അതൊന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പം, അയ്യോ സോറി ഭൂമി, അച്ഛൻ്റെ മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ലല്ലോ. അത് മാത്രമല്ല അങ്ങനെ ബിലോങ്സസ് ഒന്നും കാണിക്കാനും പറ്റില്ല. അല്ല, ഫോൺ അപ്പം കിട്ടിയില്ലേ? ഇല്ല, സെൽഫോൺ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ കൂടി അതൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തതാ, അതിലങ്ങനെ ഒരു സാധനമേ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഫോൺ ഇവിടെ പോയതാ? ഇനി വീട്ടിൽ കാണുമോ? അതിന് യാതൊരു ചാൻസും ഇല്ല. വീടിന് മുഴുവനും ഞങ്ങൾ അരിച്ചു പിറക്കിയതല്ലേ, അങ്ങനെ ഒരു സാധനവും അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ഫോണോ ആ ബിലോങ്സ് ഒക്കെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്തിരുന്നല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഭൂമിയുടെ അച്ഛൻ്റെ ആ ഒരു ഫോൺ ഞങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാണ്. അച്ഛൻ്റെ ഫോൺ അപ്പം എവിടെ നഷ്ടപ്പെട്ടല്ലോ? ഞാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് വരെ അച്ഛൻ്റെ കയ്യിൽ ആ ഫോൺ ഞാൻ കണ്ടതാ. അച്ഛൻ ആരെ ഫോൺ ചെയ്യുന്നതും ഞാൻ കണ്ടതാ എന്ന് ഭൂമി പറയുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ അന്വേഷിച്ച് നോക്കാമെന്ന് അജയ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. അച്ഛൻ്റെ ഫോൺ കാണുന്നില്ലല്ലോ. വന്ന ആള് ഒരുപക്ഷെ ആ ഫോൺ കൊണ്ടുപോയിരിക്കുമോ? ഉറപ്പായിട്ടും അമ്മയല്ലത് ചെയ്തെന്ന് അവൾക്കറിയാം. അമ്മ പറഞ്ഞതുപോലെ ആരോ ഒരാൾ കട്ടിനടിയിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ശേഷം അയാളാണ് വന്ന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ അയാളിലേക്കുള്ള എന്തെങ്കിലും ഒരു വഴി ആ ഫോണിൽ നിന്ന് കിട്ടുമായിരിക്കുമെന്ന് നമ്മുടെ ഭൂമി കരുതുന്നുണ്ട്. അങ്ങനെ ഭൂമി നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് അവൾ എല്ലാ ഭാഗവും അരിച്ചു പെറുക്കുകയാണ്. അപ്പോഴാണ് അച്ഛനും അമ്മയും അച്ഛൻ മരിച്ചു കിടന്ന ആ ഒരു മുറിയുടെ ജനൽ തുറന്നു നിൽക്കുന്നത് ഭൂമി ശ്രദ്ധിക്കുന്ന കേട്ടോ. അങ്ങനെ ആ ജനൽ താഴെയായിട്ട് ഇങ്ങനെ ഭൂമി എല്ലായിടും തറവായിട്ട് അരിച്ചു പിറക്കുന്നുണ്ട്. നല്ല മഴയായതുകൊണ്ട് തന്നെ എല്ലാം ചള്ളമുടിയൊക്കെ കിടക്കാണ്. അങ്ങനെ മുഴുവനും ചള്ളയും ചെളിയും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി തറയിലൊക്കെ നോക്കുന്ന സമയത്താണ് അവിടെ കിടന്ന് അച്ഛൻ്റെ ഫോണ് കിട്ടുന്നത്. ആ ഫോൺ കിട്ടിയപ്പോൾ ഭൂമി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ആ ഫോൺ മേടിച്ചതും ആ ഭൂമി അത് ഇതാക്കി കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഭൂമി ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ മെമ്മറീസ് എല്ലാം അപ്പോൾ ഭൂമിക്ക് വരുന്നുണ്ട്. ഈ ഫോൺ എങ്ങനെയെങ്കിലും ശരിയാക്കണം, എന്നിട്ട് തനിക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ഭൂമി ഓർക്കുകയാണ്. അച്ഛൻ്റെ ഓർമ്മയായിട്ട് ഇതെങ്കിലും എൻ്റെ കയ്യിൽ വേണം എന്ന് ഓർക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തുനിന്ന് എന്തായാലും തെളിവൊന്നും കിട്ടാൻ സാധ്യതയില്ല. അയാൾ കൊണ്ടുവരുന്നെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലും അത് ട്രേസ് ചെയ്തെങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇത് ജനൽ വഴി ആ സംഘടനത്തിനിടയിൽ താഴെ പോയതായിരിക്കും. എന്തായാലും കൊണ്ട് ശരിയാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ആ ഫോൺ നല്ലവണ്ണം കഴുകുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണല്ലോ 2 ദിവസമായിട്ട് വെള്ളത്തിൽ കിടക്കുകയാണല്ലോ. അങ്ങനെ ഭൂമി കഴുകി അത് നന്നായി തുടയ്ക്കുന്നുണ്ട്. ശേഷം കടലിൽ കൊണ്ടുപോയിട്ട് 2 ദിവസമായിട്ട് ചള്ളയെ കൊതുന്ന് കിടക്കായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫോണാ, ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ബോർഡ് ഫുള്ളും കംപ്ലൈൻ്റ് ആയി കാണും, മുഴുവൻ വെള്ളം കയറി എല്ലാം അടിച്ചു പോയി കാണും. ശരിയാക്കുന്ന കാര്യം വലിയ റിസ്ക്കാ, എങ്കിലും ഒന്ന് നോക്കാം എന്നവർ പറയുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷിക്കണ്ട, ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയൊന്നുമില്ലെന്ന് പറയുമ്പം നിങ്ങൾ മാക്സിമം ശ്രമിക്കുക എന്ന് ഭൂമി പറയാൻ കേട്ടോ. അങ്ങനെ അവരത് ശരിയാക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഭൂമിയുടെയും അതുപോലെ അജയുടെയും ഒക്കെ മാരേജൊക്കെ കഴിയുന്നുണ്ട്. കോൺട്രാക്ട് പ്രകാരം ഭൂമിയുടെ അമ്മയെ രക്ഷപ്പെടുത്താനായിട്ടുള്ള പണവും ബാക്കി എല്ലാ സൗകര്യങ്ങളും അജയ് ചെയ്തു കൊടുക്കാം. അഞ്ജന വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കാമുകിയെ കണ്ടെത്തുന്നത് വരെ തൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് ഉള്ള എഗ്രിമെൻറ്റും പുറത്ത് അജയ് ഭൂമിനെ വിവാഹം കഴിക്കാണ്. അങ്ങനെ ഭൂമി ആ തറവാട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോവാണ്. അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഭൂമി നോക്കുന്നുണ്ട്. വലിയ കോടതിയിൽ നിന്നുള്ള വലിയ വക്കീലന്മാർ വരെ അജയ് ഇറക്കാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആ കടക്കാരൻ ഭൂമിയെ വിളിക്കുന്നത്. മൊബൈൽ ഫോൺ ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങളത് കൊണ്ടുപോക്കാൻ പറയാൻ കേട്ടോ. അതിലെല്ലാം വർക്കാവുന്നതെന്ന് ചോദിക്കുമ്പം വലുതായിട്ടൊന്നും വർക്കാവുന്നില്ല, സ്പീക്കറൊക്കെ കുറച്ചൊക്കെ ഡള്ളാണ്, എങ്കിലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറയുമ്പം ഭൂമി അപ്പോൾ തന്നെ അജയോട് പറഞ്ഞിട്ട് നേരെ ആ ഒരു ഫോൺ കടയിലേക്ക് പോകുന്നത് കേട്ടോ.
എവിടെയെന്ന് ചോദിച്ചിട്ട് അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇതിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യമായിട്ടാല് ഏട്ടതാ, ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാനിത് ശരിയാക്കിയത്, അതുകൊണ്ട് എമൗണ്ട് എന്ന് പറയുമ്പം എത്ര വേണമെന്ന് തരാം, ഇതെൻ്റെ അച്ഛൻ്റെ ഫോണാ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് ഈ ഫോൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോൺ തന്നല്ലോ, അതുതന്നെ വലിയ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി കുറെ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയാൾക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. എല്ലാം ശരിയാക്കിയിട്ടുണ്ട് മാഡം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലേ കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാണ്. ഭൂമി ആ ഫോൺ കിട്ടിയപ്പോൾ തന്നെ അവൾ ചങ്കത്ത് കെട്ടിപ്പിടിച്ച് വെച്ച് കരയുന്നു കേട്ടോ. അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ സൗഭാഗ്യപുറത്തേക്ക്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഫോൺ എടുത്തു വെച്ച് നോക്കിക്കൊണ്ട് അതിന്റെ പിന്നിലുള്ള എല്ലാ മെമ്മറീസും ഇങ്ങനെ ഓർക്കാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞ നാളുകളെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ദിവസം അച്ഛനമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും ആകെപ്പാടെ ഡെസ്പായിരുന്നു. ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്നാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെപ്പാടെ വിഷമിച്ചൊക്കെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ ഫോൺ തുറന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോഴേക്കും അജയ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് തന്നെ ആ ഫോൺ എടുത്ത് മാറ്റിവെക്കാണ്. അജയ് വന്നിട്ട് ഫോൺ മേടിക്കാൻ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പം ഫോണൊക്കെ ശരിയാക്കി കിട്ടി, കുറച്ച് എമൗണ്ട് ആയെങ്കിലും സാരമില്ല, എൻ്റെ അച്ഛൻ്റെ ഫോണല്ലേ, ഒരുപാട് ആഗ്രഹിച്ച് ഞാനത് നേടിയെടുത്താണ് എന്ന് പറയാൻ കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് അത് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം അതെങ്കിൽ എന്നെ തന്നേക്ക്, അതും അച്ഛൻ്റെ ആ സാധനങ്ങൾ കൂടെ വച്ചേക്കാം. അത് വേണ്ട, നിങ്ങളെപ്പോലെ പോലീസുകാരെ കൊണ്ട് തപ്പിയെടുക്കാൻ സാധിച്ചോ? ഇല്ലല്ലോ. ആ ഫോണ് ആ ചിളിക്കകത്ത് കിടക്കായിരുന്നു. നിങ്ങളെല്ലാം കുറെ അന്വേഷിച്ചില്ലേ? അതുപോലെ ആ വന്ന കൊലപാതകയുടെയും എന്തെങ്കിലുമൊക്കെ അവിടെ കാണുമെങ്കിലോ? എന്തൊരു പോലീസുകാരാണ് നിങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നവിടെ ഒത്തിരി പേര് വന്നിരുന്നല്ലേ ഭൂമി? ഞങ്ങളും ഒരുപാടൊക്കെ നോക്കിയതാ, പക്ഷെ ഇങ്ങനൊരു സാധനം ഞങ്ങൾ കണ്ടില്ല. ഇത് ആ ജനലിന്റെ നേരെ താഴെ കിടക്കായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്കത് കിട്ടി, ചരളെ പൊതിഞ്ഞ് കിടക്കായിരുന്നല്ലോ എന്നൊക്കെ ഭൂമി പറയാണ്. അങ്ങനെ അജയ് ആ ഫോൺ എടുത്തിങ്ങനെ മറിച്ചൊക്കെ നോക്കുകയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ഓർമ്മയാ. മരിക്കുന്നതിൻ്റെ തലേദിവസം എൻ്റെ അച്ഛൻ പറഞ്ഞതാ ഇത് അവസാന അത്താഴാന്ന്. ഞാൻ ചോദിച്ചപ്പോഴേക്കും അച്ഛനമ്മയൊക്കെ ഉരുണ്ട് കളിച്ചു. എന്തൊക്കെയാ അവർ ഉള്ളിൽ ഒരു രഹസ്യമുള്ള പോലെ എനിക്ക് തോന്നി. രണ്ടുപേരും നല്ല വിഷമത്തിലായിരുന്നു. പിറ്റേ ദിവസമാണെങ്കിൽ പോലും അമ്മയുടെ മുഖത്തും വലിയ സന്തോഷമില്ലായിരുന്നു. കരഞ്ഞു കളന്ന മുഖം പോലെയാ എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. എൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ ഫോണും കൊണ്ട് അതിന് സാധിക്കുമോ? ഏയ്, എന്ത് സാധിക്കാനാ? നിങ്ങളുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അതിനു മുമ്പേ അങ്ങനെ ആളെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അയാളെക്കുറിച്ച് ഒരറിവ് ഓർക്കില്ല. ആരോ ഒരു കള്ളൻ അടിയിൽ വന്ന് കയറിയിരിക്കായിരുന്നു. കള്ളനെന്ന് പറയാൻ പറ്റില്ല, കരുതിക്കൂട്ടി ചെയ്ത് തന്നെയാ. നിന്റെ അച്ഛൻ്റെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും. കാരണം നിന്റെ അമ്മയാണെങ്കിൽ പറഞ്ഞല്ലോ ശത്രുക്കളൊന്നും ഇല്ലെന്ന്. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. കള്ളനാണെങ്കിൽ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയില്ലായിരുന്നോ? അങ്ങനെ സ്വർണ്ണം ഒന്നും കൊണ്ടുപോയില്ല. കള്ളന്മാരാണെങ്കിൽ അത്ര പേരുള്ളപ്പോൾ അവിടെ കയറി വരില്ലല്ലോ. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് ആണെങ്കിൽ ഇതാ ബുലൻസിന് കൂടെ വെച്ചില്ലെങ്കിൽ പോലും ഇത് ഫോറൻസിലേക്ക് അയക്കണം. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ? അല്ല ശത്രുക്കളുള്ള ആരെങ്കിലും വോയിസ് അയക്കുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ ഭൂമി പറയാണ്, വേണ്ട, ഇതെൻ്റെ ഓർമ്മയ്ക്കോടുള്ളതാ, അതൊന്നും കാണില്ല. അമ്മ പറഞ്ഞതുപോലെ ആരാണെന്ന് ആർക്കറിയില്ലല്ലോ. അല്ല ഭൂമി, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിലോ എന്ന് പറയാണ്. ഭൂമി അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ആ ഫോൺ ലോക്ക് അഴിച്ച് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെയും അതുപോലെ ഭൂമിയുടെയും അമ്മയുടെയും ഫോട്ടോസൊക്കെ ആയിരിക്കുമല്ലോ ഫ്രണ്ടിൽ. ആ വാൾപേപ്പറൊക്കെ നോക്കി പൊട്ടിക്കരയുമ്പം ഭൂമിനെ അജയ് സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല, എല്ലാം മാറും. എന്ത് മാറാനാ? എൻ്റെ പോയ അച്ഛൻ തിരിച്ചു വരുമോ? ഒരിക്കലും ഇല്ല. ആ അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? അത് അനുഭവിക്കണം. അതാണ് സ്നേഹം. ഈ ലോകത്തെ ഏറ്റവും പവിത്രമായ സ്നേഹ. എൻ്റെ അച്ഛനെ പോലെ വേറൊരു അച്ഛനും ഈ ലോകത്ത് മക്കളെ സ്നേഹിക്കാനാവില്ല. അത്രയ്ക്ക് പാവമായിരുന്നു എൻ്റെ പൊന്നച്ഛൻ, എൻ്റെ അമ്മയും എന്നൊക്കെ പറഞ്ഞ് ഭൂമി പൊട്ടിക്കരയുമ്പം അജയ് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഭൂമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അജയുടെ ഇത് നോക്കിയ അജയ് എന്ന് സാറെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കാണിക്കുകയാണ്. രണ്ടുപേരും ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ സ്ക്രീൻ ഇങ്ങനെ ഓണാക്കി വെക്കുന്നതും അപ്പോൾ തന്നെ നമ്മുടെ അംബിക വരുന്നതും രണ്ടുപേരും തമ്മിൽ ഈ സ്ക്രിപ്റ്റ് കൊള്ളാലോ, നമുക്കെങ്കിൽ റിഹേഴ്സ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി റിഹേഴ്സൽ ചെയ്യുന്നതും രണ്ടുപേരും തമാശയ്ക്ക് കളിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ആ കള്ളം കയറി വരുന്നതും അയാൾ ആ കൊലപാതകി വന്ന് നമ്മുടെ അംബികയെ പിടിച്ച് തള്ളുന്നതും അതുപോലെ നമ്മുടെ അച്യുതാനന്ദനെ കുത്തി വീഴ്ത്തുന്നതൊക്കെ കാണിക്കുന്നുണ്ട്.
ഇതൊക്കെ കണ്ടുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അജയും ഭൂമിയും. അപ്പൊ ഭൂമി പറയാണ് സാറേ എന്ന് വിളിക്കുമ്പം ഭൂമി ഇത് വലിയൊരു ലീഡാ, നമുക്ക് കിട്ടിയ ഏറ്റവും ലീഡ്. നിന്റെ അമ്മ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി, ഈ ഒറ്റ വീഡിയോ മതി. ഈശ്വരനായിട്ടാ നിന്റെ കണ്ണിൽ ആ ഫോൺ കാണിച്ചത് നിന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. നിന്റെ അച്ഛനായിരിക്കും അതിന്റെ കണ്ണിൽ കാണിച്ചത് എന്നൊക്കെ പറയുന്നു കേട്ടോ. എങ്കിലും എന്റെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു കേട്ടോ. സാരയില്ല, എങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടിയല്ലോ, ഇത് മതി അമ്മയെ പുറത്തിറക്കാൻ. ദേ ഇത് വെച്ച് നമുക്ക് ആരാണ് ആ കൊലപാതകം എന്ന് കണ്ടുപിടിക്കാം. ഒരു കൊലപാതകയാണ് കുത്തിയെന്നുള്ളതിന് സകല എവിഡൻസും നമുക്ക് കിട്ടിയല്ലോ, ഈ ഒറ്റ വീഡിയോ മതി. നിന്റെ അച്ഛനായിട്ട് തന്നെ ഓണാക്കി വെച്ചതാ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് അമ്മയുടെ അഭിനയം കാണാൻ വേണ്ടി അച്ഛൻ ഓണാക്കിയതാ, അത് അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സ്നേഹമാ അതിന് തെളിഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ അച്ഛൻ ഒരിക്കലും കരുതിയില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഭാര്യ രക്ഷപ്പെടുത്താനായിട്ട് ഭർത്താവ് തന്നെ അത് ഒരുക്കി വെച്ചിട്ടാണല്ലോ പോയത്. ഏതൊരു ക്രൈമിന് പിന്നിലും ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നു പറഞ്ഞതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇതും. ഇത് ഒരു വലിയ തെളിവായിരുന്നു. അംബികയുടെ ആ ഒരു ജയിൽവാസത്തിന് മോചനം കിട്ടാനുള്ള ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ അജയ് അപ്പോൾ തന്നെ ഈ ഒരു ഇതും എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയതിനു ശേഷം ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കോപ്പി ചെയ്ത് CD-യിലും മറ്റു പല സ്ഥലങ്ങളിലേക്കും അത് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് പോയി പോകാതല്ലോ, അതുകൊണ്ട് തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഫോണ് അവൻ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ വിളിച്ചിട്ട് വിഷമിക്കേണ്ട, ഈ ആഴ്ച തന്നെ ഹിയറിങ്ങിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം, പിന്നെ നമ്മുടെ വക്കീലിനോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. അങ്ങനെ പോയി വക്കീലിനെ കണ്ട് ഈ തെളിവുകളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. വക്കീല് പറയാണ് അജയ് ഇത് മതി, ഇത് മാത്രം മതി, നിമിഷ നേരം കൊണ്ട് നമുക്ക് അംബികയെ പുറത്തിറക്കാം. പാവം ഇത്രയും നാളും നിരപരാധിയായിട്ടും ആ ജയിലിൽ കിടന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി വിളിപ്പിക്കുകയാണ്. അങ്ങനെ കോടതി കൂടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ വക്കീല് ഹാജരാക്കുകയാണ് കേട്ടോ. അങ്ങനെ വക്കീൽ ഹാജരാക്കുമ്പം അത് ഒറിജിനലാണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ ഒറിജിനലാണെന്നും കണ്ടെത്തുകയാണ്. അംബികയും അതുപോലെ അച്യുതനും കൂടി ഡ്രാമ റിഹേഴ്സൽ ചെയ്യാൻ പോണതും അച്യുതൻ എൻ്റെ ഭാര്യയുടെ ഡ്രാമ ഞാനൊന്ന് കാണട്ടെ, അവളുടെ അഭിനയം എൻ്റെ കയ്യിൽ എപ്പോഴും കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ ക്യാമറ ഓണാക്കിയത്. രണ്ടുപേരും അഭിനയിക്കുന്നതും അതിനിടയിൽ ഒരാളെ കയറി വരുന്നതും അയാൾ അംബികയെ പിടിച്ച് തള്ളിയിടുന്നതും ശേഷം അച്യുതനെ കുത്തിയിട്ട് പോണതും എല്ലാ വീഡിയോയിലും ക്ലിയർ ആയിരുന്നു കേട്ടോ. പക്കാ ക്ലിയർ ആയിരുന്നു. അവസാനം അംബിക ബോധം കെട്ട് വീണത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് അച്യുതന്റെ കത്തി വലിച്ചു ഊറുന്നതും അപ്പോഴേക്കും എല്ലാവരും കയറി വന്ന് ഭൂമിയെ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നതും എല്ലാ വീഡിയോയിലും ക്ലിയർ ആയിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിനിടയിൽ എപ്പോഴാണ് കേട്ടോ ആ ഫോൺ താഴെ പോയത്. പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ ചള്ളക്കകത്ത് മൂടിപ്പോവായിരുന്നു. അതുകൊണ്ട് എന്തായാലും ആ ഒരു വിഷ്വൽസ് എല്ലാം കോടതിയിൽ കാണിക്കുന്നുണ്ട്. അത് കണ്ടപാടെ കോടതിക്കും മറ്റെല്ലാവർക്കും തന്നെ ഭൂമിയുടെ അമ്മ നിരപരാധിയാണെന്ന് മനസ്സിലാവാണ്. ഭൂമിയും സത്യദാസും അതുപോലെ മുത്തശ്ശിയും എല്ലാവരും തന്നെ ആ ഒരു കോടതിയിൽ ഹാജരുണ്ട് കേട്ടോ. എല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് എല്ലാവർക്കും കണ്ണു നിറഞ്ഞു പോവാണ്. ഭൂമിയും കൈകൂപ്പി ഇങ്ങനെ കോടതിയോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനെ നമ്മുടെ അംബിക പുറത്തിറങ്ങാണ് കേട്ടോ. അംബികനെ പോയിട്ട് അവള് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മോളെന്ന് പറഞ്ഞ് അംബിക ഒരു 100 രൂപ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അജയും ഇങ്ങനെ വിവാഹം കഴിച്ച കാര്യമെല്ലാം അംബിക അറിഞ്ഞല്ലോ. അജയോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒറ്റയ്ക്കായിപ്പോ എന്റെ മോൻ ഏറ്റെടുത്തല്ലോ, അത് തന്നെ വലിയ അനുഗ്രഹമാണ് എനിക്ക്. പിന്നെ ഈ ഒരു വീഡിയോ അതിന്റെ അച്ചുവേട്ടനായിട്ട് എനിക്ക് വേണ്ടി കരുതി വെച്ച വീഡിയോയാ. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഈശ്വരൻ അറിഞ്ഞ് അച്ചുവേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. എന്റെ അച്ചുവേട്ടനെ കൊന്നത് ഞാനല്ലെന്ന് ഈ ലോകം ഇപ്പൊ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി എന്ന് പറയുന്നു കേട്ടോ. അച്ചുവേട്ടനില്ലാത്ത ലോകത്ത് ജീവിക്കണമെന്ന് പോലും എനിക്കില്ല. പിന്നെ എന്റെ ഈ മോളെ മോളെ ഒറ്റയ്ക്കാക്കി ഞാനെങ്ങനെ എന്നാലേ എന്റെ അച്ചുവേട്ടൻ എന്നെ വഴക്ക് പറയും എന്നും പറഞ്ഞുകൊണ്ട് മോളെ കെട്ടിപ്പിടിച്ച് അമ്മ കരയാണ്. മുത്തശ്ശിയും അതുപോലെ സത്യദാസും അജയെല്ലാം അവർ രണ്ടുപേരും ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയും അതുപോലെ തന്നെ ഭൂമിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇത്രയും നാളുകളും അംബിക ആ ജയിലിൽ കിടന്ന് അനുഭവിച്ചല്ലോ, അതെല്ലാം ഓർത്ത് എല്ലാവർക്കും ഒരുപാട് സങ്കടമാണ്. എന്നിട്ട് അജയോട് കോടതി പറയുന്നുണ്ട് ആരാണ് ആ ഒരു കൊലപാതകയെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് കോടതി ഉത്തരവിടുകയാണ്. അങ്ങനെ നിരപരാധിയാണെന്ന് പറഞ്ഞ അംബിക പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അംബികനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, സ്വാഭാവിക പുറത്തേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് അജയ് പറയുന്നുണ്ട്. അങ്ങനെ സ്വാഭാവിക പുറത്തേക്ക് ഭൂമിയുടെ കൂടെ അംബികയും അതുപോലെ ബാക്കി എല്ലാവരും കൂടി പോകുന്നുണ്ട് കേട്ടോ. അംബികയ്ക്ക് ശരിക്കും ഭൂമി അവരുടെ മകളല്ലെന്ന് മാത്രമേ അറിയുള്ളല്ലോ, സത്യന്റെ മകളെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ സ്വന്തം മകളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും അത് തുറന്നു പറയാൻ നമ്മുടെ അംബിക തയ്യാറാവില്ല. ഇനിയിപ്പോ തനിക്ക് ആകപ്പാടുള്ളത് ഭൂമിയല്ലേ, അവളെ കൂടെ നഷ്ടപ്പെട്ടാ പിന്നെ ജീവിച്ചതൊരു കാര്യമില്ല എന്ന് അംബിക മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ.
തീർത്തും അവൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാവുമല്ലോ. അതുകൊണ്ട് ആ ഒരു സത്യം അവൾ എന്നേക്കുമായി മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സൗഭാഗ്യപുറത്തേക്ക് അംബികനെയും കൂട്ടിക്കണ്ട് ഇവരെല്ലാരും കയറി ചെല്ലുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് ഭവാനി ആകെപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. ഭവാനി 2 ദിവസത്തേക്ക് നാട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം. അകത്തേക്ക് കയറി വരുമ്പോൾ ഭവാനി ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇവരെവിടെ? ഇവർ ജയിലിലായിരുന്നു ഭർത്താവിനെ കൊന്ന കുറ്റത്തിന് എന്ന് പറയുമ്പോഴേക്കും ഭൂമി പറയുന്നുണ്ട്, എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ അമ്മ നിരപരാധിയാ. അത് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? മുത്തശ്ശി പറയാണ്, ഒന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലേ. നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലേ? പാവമാണ് അംബിക, അംബിക കൊടുത്തിട്ടും ചെയ്തിട്ടില്ല. പിന്നെ ആരായെന്ന് ഭവാനി ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഭൂമി കണ്ടിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കാണ് ഭവാനിക്ക്. അത് കണ്ട് ഭവാനി അടിമുടി ഒന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഇയാൾ ആരാന്ന് ചോദിക്കുമ്പം അതറിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഭാഗത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇത്രയും നാളും ഒരു തെളിവ് പോലും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഭവാനി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പതാ ആ ഒരു വീഡിയോ കണ്ട് ഭവാനി ആകെപ്പാടെ ഞെട്ടിവറച്ചിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഒക്കെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.